പണ്ടൊക്കെ പ്രമേഹം എന്ന് പറയുന്നത് എൽഡർലി ആയിട്ടുള്ള വയസ്സായ ആൾക്കാരിലാണ് കൂടുതലായിട്ട് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ ലേറ്റ് 20s അല്ലെങ്കിൽ ഏർലി 30s തന്നെ ഡയബറ്റീസ് ഒരുപാട് കാണുന്നുണ്ട്. അതിനുള്ള ഒരു കാരണം എന്തായിരിക്കും? ഇത് വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലൊക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ വേൾഡിൽ തന്നെ യങ്സ്റ്റേഴ്സിൽ ഡയബറ്റീസ് കൂടി വരുന്നുണ്ട്. അതെ. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. ശരിക്കും നമ്മുടെ ജീവിതശൈലി മാറ്റങ്ങളുണ്ട്, നമ്മൾ എക്സസൈസ് ഇല്ലാതായതുണ്ട്. പക്ഷേ അതിനേക്കാളൊക്കെ പ്രധാനമായ ഒന്ന്, നമ്മൾ കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഫീഡുകൾ പലതും ഹൈ കാലറിയുള്ള കോൺ സിറപ്പുകളാണ്. നമ്മളിപ്പോൾ പല ഫോർമുല ഫീഡ്സ്, ഞാൻ പേര് പറയുന്നില്ല, നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതെല്ലാം കോൺഫ്ലോർസ് വളരെ അധികമുള്ളതാണ്. അതെ. അപ്പോൾ ഈ ഹൈ ഗ്ലൈസീമിക് ഫുഡ് കുട്ടികളുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കപ്പെടും. കുട്ടികളുടെ സമയത്ത് അതങ്ങനെ കടന്നു പോകും. പക്ഷേ ഈ ഇൻസുലിന് ഈ ഷുഗറിന് ഉള്ളത് മാതിരി തന്നെ വേറൊരു ആക്ഷൻ ഉണ്ട്. അത് ഫാറ്റ് സെൽസിനൊക്കെ കൂടുതലാക്കും. അപ്പോൾ അത് ഒബീസിറ്റിയെ കോസ് ചെയ്യും. പിന്നെ ഇതിന് പ്രത്യേകിച്ച് 2 ഹോർമോൺസ് ഉണ്ട്. ഒന്ന് ഗ്രഹലിൻ എന്നൊന്ന് ലെപ്റ്റിൻ എന്ന് പറയും. ഗ്രഹലിൻ എന്ന് പറയുന്നത് നമ്മുടെ ഹങ്കർ ഹോർമോണാണ്, വിശപ്പ് ഉണ്ടാക്കുന്ന ഹോർമോൺ. അപ്പോൾ നമ്മൾ ഈ ഇൻസുലിൻ കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഗ്രഹലിൻ കൂടും, നമുക്ക് കൂടുതൽ തിന്നാനുള്ള ത്വര ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ അങ്ങനെ കുറകാല ഇൻസുലിൻ കൂടി നിന്നു നമുക്ക് ഒബീസിറ്റി വന്നാൽ അത് ഡയബറ്റീസായി മാറും. അപ്പോൾ നമ്മുടെ യങ് കുട്ടികളിലുള്ള കൂടുതലുള്ള ഇത്ര ഫോർമുല ഫീഡ്സും അവരുടെ ലാക്ക് ഓഫ് എക്സസൈസുമാണ് ഇന്നത്തെ ഈ ടൈപ്പ് 2 ഡയബറ്റീസ് ഇത്രയും കൂടാനുള്ള ഒരു കാരണം, ഒബീസിറ്റിയും. ഇതിൻ്റെ കൂടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറി, നമ്മൾ കാര്യമായി എക്സസൈസ് ചെയ്യുന്നില്ല, പിന്നെ ഹൈ പൂരിത കൊഴുപ്പുകളുള്ള ഭക്ഷണം കഴിക്കുന്നു, റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, ഷുഗർസ് നമ്മൾ കേക്കും മറ്റൊക്കെ അധികം കഴിക്കുന്നു. ഇതെല്ലാം യങ്ങിൽ ഡയബറ്റീസ് കൂടാനുള്ള കാരണങ്ങളാണ്. അപ്പോൾ ഒരു കുട്ടി ജനിച്ച മുതലേ ആ കുട്ടിയുടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ന്യൂട്രീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൽ തന്നെ ഇപ്പോൾ ഒരു ഡയബറ്റീസ് വരുന്നതിന് മുന്നേ ഒരുപാട് സിംറ്റംസ് നമ്മുടെ ശരീരം കാണിച്ചു തുടങ്ങും. പക്ഷെ പലപ്പോഴും ജനങ്ങൾ അത് നെഗ്ലക്റ്റ് ചെയ്യും, അല്ലേ? അപ്പോൾ എന്തെല്ലാം സിംറ്റംസ് ആണ് നമ്മൾ കൂടുതൽ അലേർട്ട് ആയിരിക്കേണ്ടത്? പ്രമേഹത്തിൻ്റെ ഈ സട്ടിൽ സിംറ്റംസ്, അതായത് നമ്മൾ ആദ്യം കാണാവുന്ന ചില ലക്ഷണങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് തന്നെ നമ്മൾ അറിയാതെ കുട്ടികൾക്ക് തടി കൂടി വരുന്നത് എപ്പോഴും ഒരു സിംറ്റമായിട്ട് വരാം. രണ്ടാമത് കഴുത്തിലും മുഖത്തൊക്കെ കാണുന്ന ചില പാച്ചുകൾ, ബ്ലാക്ക് പാക്ക്, നമ്മൾ അക്കാന്തോസിസ് നെഗ്രിക്കൻസ് എന്ന് പറയും. ഇത് വരാൻ പോകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസിൻ്റെയും ഡയബറ്റീസിൻ്റെയും ഒരു ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ പെൺകുട്ടികളിലാണെങ്കിൽ അമിതമായ രോമ വളർച്ച വരുന്നു, പിന്നെ പീരിയഡ്സ് റെഗുലർ അല്ലാതെ വരുന്നു, റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻസ് വരുന്നു. ഇതെല്ലാം പ്രമേഹം വരാൻ പോകുന്നതിൻ്റെ ലക്ഷണങ്ങളായിരിക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നോക്കേണ്ടതാണ്, ദാഹം കൂടുതലായിട്ട് വരുന്നുണ്ട്, യൂറിൻ കൂടുതലായിട്ട് വരുന്നുണ്ട്, വിശപ്പ്. അത് ഓവർ ഡയബറ്റീസ് ആയാലാണ് വരിക. ഡയബറ്റീസ് വരുന്നതിൻ്റെ മുന്നേ നമുക്ക് ഈ സ്കിൻ ചേഞ്ചസും ഒബീസിറ്റിയും അവരുടെ പിന്നെ കൂടുതലായിട്ട് കാണുന്ന രോമവളർച്ചകളുമാണ് ലക്ഷണങ്ങളായിട്ട് വരുന്നത്. ഇന്നത്തെ കോളേജ് കുട്ടികളുടെ ഇടയിലും ഇപ്പോൾ 11th and 12th പഠിക്കുന്ന സ്കൂൾ കുട്ടികളുടെ ഇടയിലൊക്കെ നൈറ്റ് ലൈഫിന് ഭയങ്കരമായിട്ട് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് എത്രത്തോളം അവരുടെ ഹെൽത്തിനെ ബാധിക്കുന്നു? അത് രണ്ടായിട്ട് നമ്മൾ കാണണം. ഒന്ന്, നൈറ്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് പകൽ സമയം ഇല്ലെങ്കിൽ രാത്രിയിൽ അവർ പോയിട്ട് ഡാൻസ് കളിക്കുന്നതിനോ അല്ലെങ്കിൽ അവർ ഫ്രണ്ട്സിനായിട്ട് കറങ്ങുന്നതിനോ പറ്റുന്ന ഒരു ഏജ് ആണെങ്കിൽ അതിൽ കുഴപ്പമില്ല. പക്ഷേ അതിൻ്റെ കൂടെ നമ്മൾ ഹൈ കാലറി ഫുഡ് കഴിക്കുക, ഫ്രൈസ് കഴിക്കുക, അതിൻ്റെ കൂടെ തന്നെ ഒരുപാട് പുതിയ നമുക്കറിയാം ഒരുപാട് ഷുഗറി ബീവറേജസും ഷുഗറി കേക്ക്സും ഒക്കെ ഉണ്ട്. ഇതൊക്കെ കൂടുതൽ കഴിച്ചാൽ അത് നമ്മുടെ ഒബീസിറ്റിക്കും അതിൻ്റെ ഭാഗമായിട്ട് ഡയബറ്റീസിനും ഹാർട്ട് ഡിസീസിനും ഒക്കെ കാരണമാണ്. അപ്പോൾ നിങ്ങൾ നൈറ്റ് ലൈഫ് ആഘോഷിക്കേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് റെസ്പോൺസിബിൾ ആയിട്ടാണ് ആഘോഷിക്കേണ്ടത്. ഫുഡ് കൺട്രോൾ ചെയ്യണം. പിന്നെ ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഉറക്കം എന്ന് പറയുന്നത്. ഒരാളുടെ ഹെൽത്തിന് ഒരു 6 മണിക്കൂർ ഉറക്കം നിർബന്ധമാണ്. ആ ഉറക്കത്തിൻ്റെ ടൈം തന്നെ നമ്മളൊരു 10 മണി to 5 മണിയുടെ ഉള്ളിലാണെങ്കിലാണ് നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് കൃത്യമായി വർക്ക് ചെയ്യുള്ളൂ. നമ്മുടെ ഹാർട്ടിൻ്റെ ശരീരത്തിൻ്റെ ഒരു റിതം ഉണ്ട്, ഇത് സിർക്കാഡിയൻ റിതം എന്ന് പറയും. ഈ റിതം ശരിക്ക് വർക്ക് ചെയ്ത് നമുക്ക് റെസ്റ്റ് കിട്ടി നമ്മുടെ ബോഡിയിലുള്ള ഹോർമോൺസ് എല്ലാം വന്ന് നമ്മൾ ഹെൽത്തി ആയി മാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്ന് മാത്രമല്ല ടൈമിലി ഉറക്കം ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടുന്ന ഉറക്കം നല്ല ഗാഢമായ ഉറക്കം കിട്ടണമെങ്കിൽ നമ്മൾ ഒരിക്കലും അതിൻ്റെ ഇടയിൽ കുറേ നേരം TV കണ്ടു, കുറേ മൊബൈൽ സ്ക്രോൾ ചെയ്തു, അങ്ങനെ ഉറക്കം കിട്ടിയാൽ അതൊരു ഇഫക്റ്റീവ് ഉറക്കമാവില്ല. കിട്ടേണ്ട ഉറക്കം വളരെ പീസ്ഫുൾ ആയിട്ട് തന്നെ ഉറക്കം കിട്ടും. ഓക്കെ. അപ്പോൾ ഈ ഉറക്കത്തിൻ്റെ ഭക്ഷണത്തിനൊക്കെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഭക്ഷണത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ പൊരിച്ച ഭക്ഷണമൊക്കെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ബിസി ആയിട്ടുള്ള ഒരു ലൈഫിൽ നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കി കഴിക്കുന്നത്.
അപ്പോൾ അതിനെ പറ്റി ഒന്ന് സർ പറയുകയാണെങ്കിൽ. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ, നമ്മൾ ഫ്രീസറിലല്ല യൂഷ്വലി വെക്കുന്നത്, ഫ്രിഡ്ജിലാണ്. ഫ്രിഡ്ജിൽ വെക്കുന്ന ടെമ്പറേച്ചറിൽ ബാക്ടീരിയാസ് വളരാം. അപ്പോൾ ഇങ്ങനെ വളരുന്ന ബാക്ടീരിയയെ നമ്മൾ ചെറിയൊരു ചൂടാക്കി അല്ലെങ്കിൽ ഒന്ന് മൈക്രോവേവിൽ വെച്ചാൽ ഇവ പല ബാക്ടീരിയകളും ചത്തുപോവുമെങ്കിലും അതിൻ്റെ സ്പോർസ് നഷ്ടപ്പെടില്ല. അപ്പോൾ ഈ സ്പോർസ് നമ്മുടെ ഉള്ളിൽ കയറുമ്പോൾ നമുക്കത് ഭയങ്കരമായിട്ടുള്ള ഫുഡ് പോയ്സണിന് കാരണമാകും. പ്രത്യേകിച്ചും നമ്മൾ കുറച്ച് ഉപയോഗിച്ച ഇറച്ചി, റൈസ്, അങ്ങനെയുള്ള സാധനങ്ങളാണ് കൂടുതൽ ഇത്തരം ബാക്ടീരിയകൾ ഗ്രോ ചെയ്യാൻ സാധ്യത. അപ്പോൾ അത് ഫുഡ് പോയ്സണിന് കാരണമാകും. നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 24 to 48 hours കൂടുതൽ വെക്കാൻ പാടില്ല. രണ്ടാമത്, ഒരു ഭക്ഷണം വീണ്ടും വീണ്ടും ചൂടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലുള്ള കൊഴുപ്പുകളെല്ലാം സാച്ചുറേറ്റഡ് കൊഴുപ്പായി മാറും, അതും ട്രാൻസ് ഫാറ്റായി മാറും. ഇതെല്ലാം നമ്മുടെ ഹെൽത്തിന് വളരെ ദോഷമാണ്. പിന്നെ പല സാധനങ്ങളിലുള്ള ലെഡ് മാതിരിയുള്ള വിഷങ്ങൾ നമ്മൾ പല പ്രാവശ്യം ചൂടാക്കുമ്പോൾ പുറത്തു വരും. അപ്പോൾ ഫ്രിഡ്ജ് വെക്കണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ മിനിമം സമയം വെക്കുക, എടുക്കുന്ന എന്ത് സാധനം നന്നായി ചൂടാക്കി കഴിക്കുക, വീണ്ടും അതിനെ ഫ്രിഡ്ജിലേക്ക് കയറ്റാതിരിക്കുക. അതായിരിക്കും ഹെൽത്തി ആയിട്ട് ചെയ്യാൻ പറ്റും.